ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം തൃശ്ശൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി നാം കാണുന്നതാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം LDF 4 മുന്നിട്ട് നിൽക്കുന്നത്. UDF ആകട്ടെ 15 NDA ഒരിടത്ത്. ആ ഒന്നെന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. അത് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയാണ്, NDA സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ NDAക്ക് ഒരിടത്ത്, അതായത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. UDF 15, LDF ആകട്ടെ 4 മുന്നിട്ട് നിൽക്കുന്നത്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത സുനിൽകുമാർ, VS സുനിൽകുമാർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങലിലും UDF സ്ഥാനാർത്ഥിയായി മുന്നിട്ട് നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി തന്നെയാണ്. മാവേലിക്കരയിലും ഇതാ UDF സ്ഥാനാർത്ഥി കയറിയിരിക്കുന്നു. മാവേലിക്കര വലിയ പ്രതീക്ഷയോടെ, കാരണം ആവർത്തിച്ച് 7 തവണയുള്ള മത്സരങ്ങളിൽ മുട്ടുകുത്തിക്കാനാകും എന്നൊക്കെയാണ് LDF കരുതിയിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോഴും കൊടിനാട്ടി മുമ്പിൽ തന്നെയാണ്. ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് വർദ്ധിപ്പിക്കുന്നു, 632 വോട്ടുകൾ. 600. പക്ഷേ അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ ഇപ്പോഴും 82 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. വടകരയിൽ വോട്ടെണ്ണലിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. നമുക്ക് വടകരയിലേക്ക് ബന്ധപ്പെടാം. 62 വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖർ ലീഡ് വർദ്ധിപ്പിക്കുന്നു, 362 വോട്ടുകൾ. ാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. താമര വിരിയുമോ അതോ താമര ഇത്തവണയും BJP അക്കൗണ്ട് തുറക്കാതിരിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ലീഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് ഇരുമുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് ചെയ്യുന്നു 823 വോട്ടുകൾക്ക്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് MV ബാലകൃഷ്ണൻ, തൃശ്ശൂരിൽ VS സുനിൽകുമാർ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ, പാലക്കാട് A വിജയരാഘവൻ എന്നിവർ ലീഡ് ചെയ്യുകയാണ്. മറ്റിടങ്ങളെല്ലാം തന്നെ UDF ലീഡ് ചെയ്യുന്നു. അപ്പോഴും വടകര ഒരു സസ്പെൻസായി നിൽക്കുകയാണ്. കോഴിക്കോട് MK രാഘവനാണ് ലീഡ് ചെയ്യുന്നത്. തീർച്ചയായും കോഴിക്കോട് UDF ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. കോഴിക്കോട് MK രാഘവൻ ഇത്തവണ എതിരാളിയില്ല എന്നാണ് UDF ക്യാമ്പുകൾ പറയുന്നത്. തുടക്കം മുതൽ MK രാഘവൻ ലീഡ് ചെയ്യുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ 82 വോട്ടുകൾക്ക്, മലപ്പുറത്ത് 202 വോട്ടുകൾക്ക് അബ്ദുൾ സമദ് ലീഡ് ചെയ്യുന്നു. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ 362 വോട്ടുകൾക്ക്. പക്ഷേ കോഴിക്കോട്ടെ ലീഡ് 80 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2000-ഓളം അടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. K സുധാകരൻ 131 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ വി ജോയ്, VS സുനിൽകുമാർ, തൃശ്ശൂർ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ 217 വോട്ടുകൾക്ക്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് 218 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ 18 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ NDA അയ്യോ, ശോഭാ സുരേന്ദ്രൻ കയറിയിരിക്കുന്നു. ആലപ്പുഴയിൽ എത്ര വോട്ടുകൾക്കാണ്? എത്ര വോട്ട് അല്ല, എത്ര വോട്ടുകൾക്കാണ്? അല്ല, ഒരു മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിന് ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ വേണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് NDA. തീർച്ചയായും NDAയുടെ കണക്കുകൾ നോക്കാം, 302 എത്തി നിൽക്കുകയാണ്. കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും ആലപ്പുഴക്കാർക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ വേണോ, കേരളത്തിന് വേണോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ചില പ്രസക്തികൾ ഉണ്ട്. എന്തായാലും 2 ലക്ഷത്തിൽ വോട്ടിൽ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ പിടിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ തവണ ഒരു തരിയായി നിന്നിരുന്ന LDF സ്ഥാനാർത്ഥി ആരിഫ് തന്നെ ജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒരു സ്പെക്കുലേഷനായി പറയാനാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അല്ല, അതാണ് പറയുന്നത്, KCയെ മറികടക്കാനാകുന്നത് 2 ലക്ഷത്തിലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കിയാൽ ഒരുപക്ഷെ വിജയിക്കുക LDF സ്ഥാനാർത്ഥിയാകും. അവിടെ KCക്ക് മുട്ടുകുത്തേണ്ടി വരും. അതാണ് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കായി പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇതിനെയൊക്കെ മറികടന്ന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അത് 360 വോട്ടുകൾക്കാണ്, നിസ്സാരമല്ല. 1789 പത്തനംതിട്ടയിൽ തോമസ് ഐസക് 1189 വോട്ടുകൾക്ക് ലീഡ്